പറ്റിയിട്ടുണ്ട്. നിനക്ക് സിനിമയില് ഒരു പ്രശ്നമുണ്ട്. എന്ത് സീനുണ്ട്, അഭിനയിച്ചാട്ടണം. അപ്പം തന്നെ വിചാരിച്ചിരിക്കുന്നു. പഴയൊരു നടനാട്ടാ. ക്യാമറ സെറ്റ് ചെയ്യടാ. ഇന്ന് പൊളിക്കും. നീ ആ സിറ്റുവേഷൻ പറഞ്ഞേ. കുളിർ കാറ്റ്, ഒരു ബസ് വന്നിരിക്കുന്നു. ഭംഗിയുള്ള 2 കുലിസണിഞ്ഞ കാലുകൾ. അതെ, ഇത് തന്നെ എല്ലാ സിനിമയിലും. നീ പറ. ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നു. അപ്പൊ നീ അവളെ വളക്കണം. അതാണ് സിറ്റുവേഷൻ അല്ലേ? ഇവന്മാർക്ക് പ്രേമല്ലാണ്ട് വല്ല സിനിമ എടുത്തൂടെ? എന്തോ ചണ്ടി പോയ അണ്ണാരെ പോലെ ഇരിക്കണത്. റൊമാൻറ്റിക് സീൻ അല്ലേടാ. ആ, പുള്ളിനെ കൊണ്ട് നടക്കൂല. അതെന്താ? 8 പേരെ പ്രേമിച്ച്. ഭയങ്കര. അമ്മ 8ാമത്തെ എവിടെന്ന്? അറേഞ്ച്ഡ് മാരേജ്. അപ്പ 8 പേര് കെട്ടിപ്പോയി. കഷ്ടം. പുറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞത് മാത്രം മിച്ചം. കൊച്ചാക്കണ്ട, ഞാൻ കാണിച്ചരാ. വിടരുതപ്പേ, കാണിച്ചു കൊടുക്ക്. അല്ല, സിറ്റുവേഷൻ എന്തായിരുന്നു? കുളിർക്കാറ്റ്, ബസ് സ്റ്റോപ്പിൽ അപ്പൻ. കുളിർക്കാറ്റ് അടിക്കട്ടെ. കാറ്റടിച്ച് എന്ത് ഉറപ്പിക്കാനാണോ? എടോ പാതിക്ക് കൂട്ടിന് പുറത്തേക്കണ കോഴിനെ പോലെ ഉണ്ട്. അവളെ കാണുന്നു. വാസന്തി ലക്ഷ്മിയിലെ മണിയാ. കുളിക്കടവിൽ ഒളിഞ്ഞോക്കണ പോലെ ഉണ്ട്. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നണ്. അപ്പക്ക് പറഞ്ഞിട്ടില്ല. അതെന്റെ കുഴപ്പമാണ്. എന്താടാ? 8 അപ്പനെ തേച്ചെന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കണ്ടായിരുന്നു. എങ്ങനെ? റൊമാൻസ് വരൂലെന്ന്. എനിക്കും വരുവാടാ, ഞാൻ പഠിക്കും. എന്തിന്? എന്താ? കെട്ടി 2 പിള്ളേരായാ. അണ്ണാമൂത്താലും മരം കയറ്റം മറക്കോ? അപ്പൊ എന്റെ റൊമാൻസ് കുളിർക്കാറ്റ് ഒന്ന് കാണിച്ചേ. അപ്പനേക്കാളും കഷ്ടം. നീ മറന്നേക്ക്, വിധിച്ചിട്ടില്ലടാ. എന്റെ റൊമാൻസ് ലൈഫ് പരാജയമുള്ളേ. ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നീ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കാല് മാത്രല്ലേ കണ്ടുള്ളു. അതെ, ഞാൻ ആ മുഖവും കണ്ടറാ. ആരാ? നിന്റെ അമ്മടാ. ദീപൽസും. അപ്പ കുളിര് കോരിയതല്ല, പേടിച്ചോർച്ചാളേ. കെട്ടിക്കഴിഞ്ഞിട്ട് റൊമാൻസ് വരുത്താൻ ശ്രമിച്ചാലാടാ പ്രശ്നം. അതെന്താ? ആ ഭൂതനോട് പോലെ ജീവിക്കണത്. അല്ലടാ, നീ എന്ത് കണ്ടിട്ടാ പേടിച്ചത്? ഭാവി ഒന്ന് മിന്നി മറിഞ്ഞി.